ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു യാത്ര പോകുകയാണ്. എവിടെയെന്നല്ലേ? ഗവിയിലേക്കാണ് എൻ്റെ യാത്ര. ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഞങ്ങൾ 4 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു. നേരെ പോയ വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു. എല്ലാവരും അവിടെ ഇറങ്ങി. അതിനുള്ളിൽ കയറി. എന്തിനാണെന്നല്ലേ? ഒരു ചായ കുടിച്ചിട്ടാകാം യാത്രയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാവരും ചായ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അതാ ചായ വന്നു. ബൂസ്റ്റിൻ്റെ ചായയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങളെല്ലാം ചായ കുടിച്ചു. പക്ഷേ ഒരാൾ മാത്രം കുടിച്ചില്ല. ആരാണെന്നല്ലേ? ഭാഗ്യ, എൻ്റെ വൈഫാണത്. അങ്ങനെ എല്ലാവരും ചായ കുടിച്ച് തിരിച്ച് പുറത്തിറങ്ങി. വണ്ടിയുടെ അടുത്തെത്തി. എല്ലാവരും വണ്ടിയിൽ കയറി. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തു. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് ഒരു നദിക്ക് കുറുകെ ഉള്ള ഒരു പാലത്തിലാണ്. അവിടെ നോക്കിയപ്പോൾ കുറേ കുരങ്ങുകൾ പാലത്തിൻ്റെ കൈവരികളിലായി നിരന്നിരിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. ഏകദേശം 2-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഒരു KSRTC ബസ്സിന് മുന്നിലായി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അതിന് സൈഡിലായി ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് സമയം നേരം ചിലവിട്ടു. പിന്നീട് അതിന് അടുത്തായി തന്നെ ആരണ്യകം എന്ന പേരിൽ ഒരു ഇക്കോ കഫേ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാമെന്ന പ്ലാൻ വന്നു. പിന്നീട് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നും ഇക്കോ കഫേയുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ അതിന് ഉള്ളിൽ കയറി. ഓരോരുത്തർ ഓരോ സ്ഥലം പിടിച്ചു. അവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ വനിതകളാണ്. ഇടിയപ്പവും മുട്ടക്കറിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു അവിടുത്തെ. അവിടുന്ന് നേരെ ചെന്നത് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. ഞങ്ങളുടെ കൈവശമുള്ള പാസ് അവിടെ കാണിച്ചു പ്രവേശനത്തിനുള്ള ടിക്കറ്റ് കളക്ട് ചെയ്തു. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് കയറി. ഏകദേശം 100 കിലോമീറ്ററിൽ യാത്ര ചെയ്യേണ്ടി വരും വനത്തിലൂടെ. ഓരോ യാത്രയും മനോഹരമാകുന്നത് അവിടുത്തെ പ്രകൃതി ഭംഗി കൊണ്ടാണ്. പിന്നീട് ഞങ്ങൾ ചെന്നത് ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു പൈപ്പ് ലൈനിന് മുകളിലായിട്ടാണ്. മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം ഉച്ചയൂണിന് സമയമായി. ഞങ്ങൾ കരുതി വച്ചിരുന്ന ആഹാരമെടുത്ത് ഞങ്ങൾ വട്ടത്തിന് അതിനടുത്തായി ചുറ്റുമിരുന്നു. ഞങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം ചെന്നെത്തിയത് മൂഴിയാർ ഡാമിലേക്കാണ്. മൂഴിയാർ ഡാം കയറുന്നതിന് മുൻപായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കുറച്ച് സമയം ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഫോട്ടോസ് എടുത്തു. പിന്നീട് ചെന്നെത്തിയത് കക്കി ഡാമിലേക്കാണ്. കക്കി ഡാമിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി വളരെ മനോഹരമായിരുന്നു. ഗവി യാത്രയിൽ കുറേ ഡാമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡാമിൽ കുറേ നേരം ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഡാമിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നിൽക്കുകയാണ് ഭാഗ്യ. അതിന് അടുത്ത് തന്നെയായി ഒരു മുട്ടക്കുന്ന്. പിന്നീട് കണ്ട ഡാമിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഗവി സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ ഡാമിൽ വെച്ചാണെന്നാണ് കൂട്ടുകാരൻ രജിത്ത് പറഞ്ഞത്. ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. വളരെ മനോഹരമാണ് ഈ സ്ഥലം. പിന്നീടുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ് യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായി ഞങ്ങൾ തോന്നിയത്. അതാ റോഡിന് നടുവിലായി 2 കാട്ടുപോത്തുകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. കുറേ സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പതിയെ കാട്ടുപോത്തുകൾ കാടിനുള്ളിലേക്ക് കയറി. ഞങ്ങൾ പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. പതുക്കെ അതിന് മുന്നിലേക്ക് ചെന്നു. പതുക്കെ ഞങ്ങൾ കാട്ടുപോത്തിനെ മറികടന്നു. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് ഒരു നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിലാണ്. അവിടെ കുറച്ച് കുരങ്ങുകളെ കാണാൻ കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. പിന്നീട് അവസാനത്തെ ചെക്ക് പോസ്റ്റായ വണ്ടിപ്പെരിയാറിലുള്ള ചെക്ക് പോസ്റ്റും കടന്ന് തിരികെ വീട്ടിലേക്ക്. ഏകദേശം രാത്രി 12 മണിയോടെ തിരിച്ച് വീട്ടിലെത്തി. ഗവി യാത്ര വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചത്. ഗവി യാത്ര നടത്തുമ്പോൾ വനാതിർത്തി കയറുന്നതിന് മുമ്പായി തന്നെ ആഹാരം കഴിക്കുകയും ആഹാരം വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യുക. ഏകദേശം 100 കിലോമീറ്ററുള്ള വനയാത്രയിൽ ആഹാരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.